അലയടിക്കുന്ന കടലിനുമപ്പുറം വിശ്വാസത്തിൻ്റെ കരുതലായി കവരത്തിയുടെ കാവൽക്കാരനായി ഒരാൾ വിശ്രമിക്കുന്നുണ്ട്. നൂറ്റാണ്ടുകളായി ലക്ഷദ്വീപിൻ്റെ ആത്മീയ വെളിച്ചമായുള്ള സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയുള്ളാഹി. നീലക്കടലിനാൽ ചുറ്റപ്പെട്ട ലക്ഷദ്വീപിൻ്റെ മണ്ണിൽ തിരമാലകളുടെ താളം പോലെ ഒഴുകുന്ന ഒരു ആത്മീയ ചരിത്രമുണ്ട്. അറിവിൻ്റെയും അത്ഭുതങ്ങളുടെയും ആത്മീയ പ്രഭയുടെയും കേന്ദ്രമായി ഇന്നും ലോകം ഉറ്റുനോക്കുന്ന കവരത്തി ദ്വീപ്. എന്നാൽ ഈ ദ്വീപിൻ്റെ ഭംഗി അതിൻ്റെ കടപ്പുറത്തോ പച്ചപ്പിലോ മാത്രമല്ല. ലക്ഷദ്വീപിൻ്റെ ഹൃദയമിടിപ്പ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഓരോ കവരത്തിക്കാരനും ഒരേ സ്വരത്തിൽ പറയും അത് ആ മൊട്ടക്കുന്നിന് മുകളിലെ ഹുജ്റയാണെന്ന്. ആ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ലക്ഷദ്വീപ് നിവാസികളുടെ ഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്ന മഹാത്മാവ് സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയുള്ളാഹി. $350 വർഷങ്ങൾക്കപ്പുറം അറിവിൻ്റെ വെളിച്ചവുമായി ഈ മണ്ണിലെത്തിയ ആ പുണ്യപുരുഷൻ്റെ ചരിത്രത്തിലേക്കാണ് ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത്. ഹിജ്റ വർഷം 1039 ആ ആത്മീയ തേജസ് ജനിക്കുന്നത്. കർണാടകയിലെ അങ്കോലയിൽ നിന്നും ഇസ്ലാം മത പ്രചരണത്തിനായി ലക്ഷദ്വീപിലെത്തിയ ഷെയ്ഖ് മുഹമ്മദ് ഖാസിം വലിയുള്ളാഹി നീണ്ട 101 വർഷം ഈ ഭൂമിയിൽ ആത്മീയ വെളിച്ചം പകർന്നു. അദ്ദേഹം തൻ്റെ ശിഷ്യഗണങ്ങളുമൊത്ത് റിഫായി റാത്തീബ് എന്ന പുണ്യകർമ്മം നിർവഹിക്കാനായി പണി കഴിപ്പിച്ചതാണ് ഈ ഹുജ്റ പള്ളി അഥവാ ഉജ്റ പള്ളി. കാലമത്ര കടന്നുപോയിട്ടും ഇന്നും മുടങ്ങാതെ വെള്ളി തിങ്കൾ രാത്രികളിൽ ആ ആത്മീയ സദസ്സ് ഇവിടെ തുടരുന്നു. 35 പതിറ്റാണ്ടുകളായി പള്ളിയുടെ ചുമരുകൾ സാക്ഷ്യം വഹിക്കുന്നത് ആ വലിയൊരു ഭക്തിയുടെയും സമർപ്പണത്തിൻ്റെയും ചരിത്രത്തിനാണ്. ഹുജ്റ പള്ളിയിലെത്തിയാൽ ഇന്നും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് അവിടുത്തെ നിർമ്മാണ ശൈലിയാണ്. ആധുനിക യന്ത്രങ്ങളോ സംവിധാനങ്ങളോ ഇല്ലാത്ത കാലത്ത് തടിയിൽ തീർത്ത കൊത്തുപണികളിൽ നോക്കി നിൽക്കുന്ന ആരെയും വിസ്മയിപ്പിക്കും. ഇതിനു പിന്നിലൊരു കൗതുകരമായ കഥയുണ്ട്. വലിയുള്ളാഹി തങ്ങൾ ഈ പണി ഏൽപ്പിച്ചത് നാട്ടിലെ ഒരു സാധാരണക്കാരനായ ആശാരിയെയായിരുന്നു. ഓരോ ദിവസവും ഒരു മരത്തിൻ്റെ ഇലയിൽ ഓരോ രൂപങ്ങൾ വരച്ച് കാണിച്ചു കൊടുത്ത് ഇതുപോലെ ചെയ്യുക എന്ന് തങ്ങൾ നിർദ്ദേശിക്കുമായിരുന്നു. അങ്ങനെ ആ ഇലയിലെ വിസ്മയങ്ങളാണ് ഈ മരത്തൂണുകളിലും മേൽക്കൂരയിലും ഇന്നും മിഴിവാർന്ന് നിൽക്കുന്നത്. ഖാസിം വലിയുള്ളാഹിയുമായി ബന്ധപ്പെട്ട നിരവധി കറാമത്തുകളും ദ്വീപ് നിവാസികൾക്കിടയിൽ ഇന്നും തലമുറകളായി കൈമാറപ്പെടുന്നുണ്ട്. കടലിലെ പ്രക്ഷുബ്ധമായ തിരമാലകളെ ശാന്തമാക്കാനും കുടിവെള്ളമില്ലാത്ത ഇടങ്ങളിൽ ഉറവകൾ ഉണ്ടാക്കാനും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് സാധിച്ചിരുന്നു. ഇന്നും മുക്രിയ ഇല്ലം തറവാട്ടിലെ ആ വിശുദ്ധമായ തളികയിൽ തങ്ങളുടെ കറാമത്തുകൾ വിശ്വാസികൾ തൊട്ടറിയുന്നുണ്ട്. പ്രസവവേദന ശമിപ്പിക്കാനും മറ്റുമായി നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇന്നും ആ പുണ്യഭൂമിയെ തേടിയെത്തുന്നു. ഈ പള്ളിയുടെ ചുമരുകൾക്കുള്ളിൽ വിശ്വാസത്തിൻ്റെ മറ്റൊരു അദൃശ്യമായ ആത്മീയ സാന്നിധ്യങ്ങൾ കൂടെയുണ്ട്. അതെ, ഉജ്റ പള്ളിയിലെ ജിന്നുകളുടെ സാന്നിധ്യം. വലിയുള്ളാഹി തങ്ങളുടെ കാലം മുതൽക്കേ അദ്ദേഹത്തിൻ്റെ ആത്മീയ ശിക്ഷണത്തിന് കീഴിൽ ഈ പള്ളിയിൽ ജിന്നുകൾ എത്താറുണ്ടായിരുന്നു എന്ന് ദ്വീപ് നിവാസികൾ പറയുന്നു. സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയുള്ളാഹിയുടെ ആത്മീയ പ്രഭയാൽ അനുസരണയുള്ളവരായി മാറിയ ഈ അദൃശ്യ ശക്തികൾ ഇന്നും ആ പള്ളിയുടെ കാവലുകളായി തുടരുന്നു എന്നാണ് വിശ്വാസം. മരണശേഷവും മായാത്ത പ്രഭയായി ഖാസിം വലിയുള്ളാഹി കവരത്തിയുടെ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ചരിത്രവും വിശ്വാസവും ഇഴചേരുന്ന ഈ മണ്ണിൽ ആ സുൽത്താനെ സിയാറത്ത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷദ്വീപ് യാത്ര പൂർണ്ണമാവില്ല. കാരണം കവരത്തിയുടെ ശ്വാസം ആ മൊട്ടക്കുന്നിലെ ഹുജ്റയിലാണ്.